പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 52. ബാംഗ്ലൂർ നഗരത്തിലെ ഒരു മുറി. ജിത്ത്, നീ എങ്ങോട്ട് പോവാണ്? കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്നവൾ എഴുന്നേറ്റുകൊണ്ട് അവനോട് ചോദിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവൾ കാണുന്നത് എങ്ങോട്ടോ പോകാനെന്ന രീതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നവനെയാണ്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നഗ്നമായ ശരീരത്തിൽ നിന്ന് ഊർന്നുപോയ വസ്ത്രം തിരികെ മാറിലേക്ക് ചേർക്കാതെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ ജിത്ത്? നീ എങ്ങോട്ട് പോവാണെന്ന്? ഐ എം ലീവിങ് ശ്രേയ. ഐ ഹാവ് ടു ഗോ ടു കേരള. പറയുന്നതിൽ തെല്ല് പോലും കൂസലില്ലാതെ അവൻ അവളെ നോക്കി സാധാരണ രീതിയിൽ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തിനാ ഇപ്പോൾ കേരളത്തിലേക്ക് പോകുന്നത്? എനിക്ക് പോകണമെന്ന് തോന്നി പോകുന്നു. അതിന് നിനക്ക് കേരളത്തിൽ ആരാണുള്ളത്? അവൾ അവനെ പരിഹസിക്കുന്ന രീതിയിലാണത് ചോദിച്ചത്. അതിന് ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലും അവൻ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. നീ ഇങ്ങനെ എന്നെ ദേഷ്യത്തിൽ നോക്കണമെന്നില്ല. ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാണ്. കേരളത്തിൽ നിനക്ക് ആരുമില്ല. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചല്ലേ നീ ഇങ്ങോട്ട് വന്നത്. പിന്നെന്തിനാ നീ വീണ്ടും തിരികെ അങ്ങോട്ട് പോകുന്നത്? അവൾ നിസ്സാരത്തിലാണെങ്കിലും ഗൗരവത്തിലാണ് അവനോട് ചോദിച്ചത്. അതെന്തായാലും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ശ്രേയ. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് തോന്നി ഞാൻ പോകുന്നു. വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. അവൻ അവളെ താക്കീത് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. അവൻ്റെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ഭാവം കണ്ടതും അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പോകുന്നെങ്കിൽ പോകട്ടെ എന്ന മട്ടിൽ നിന്നു. ഇനി തിരിച്ചിങ്ങോട്ടെന്നാണാവോ? അതുറപ്പ് പറയുന്നില്ല. അത്രമാത്രം പറഞ്ഞ് അവൻ ബാഗ് എടുത്തിറങ്ങി. അവൻ പോകുന്നത് അവൾ തികച്ചും സ്വാഭാവികമായി എന്നതുപോലെ നോക്കി നിന്നു. അവനെ തടയാനോ അവനോട് പോകണ്ടെന്ന് പറയാനോ അവൾ ശ്രമിച്ചില്ല. പോകുന്നെങ്കിൽ പോകട്ടെ എന്ന മട്ടിൽ അങ്ങനെ നിന്നു. അവൾക്കറിയാമായിരുന്നു അവൻ്റെ ഈ പോക്ക് അവളുടെ അടുത്തേക്കാണെന്ന്, ദേവദുർഗയുടെ അടുത്തേക്ക്. അതോർത്തപ്പോൾ തന്നെ ശ്രേയയുടെ ചുണ്ടിൽ ഒരു പുച്ഛത്തോടെയുള്ള ചിരി വിരിഞ്ഞു. അവനുള്ള കുഴി അവൻ തന്നെ സ്വയം കുഴിക്കുകയാണെന്ന് അവൾ മനസ്സിലോർത്തു. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന മട്ടിൽ അവൾ വാതിലടച്ച് തിരികെ കട്ടിലിലേക്ക് കിടന്നു. അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏകദേശം 2 വർഷത്തിന് ശേഷം ശ്രീജിത്ത് തിരികെ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. അന്നത്തെ സംഭവത്തിന് ശേഷം ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിജയൻ, അതായത് അവൻ്റെ അച്ഛൻ, എന്തൊക്കെ ശ്രമിച്ചിട്ടും കേസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവനെ ഊരിക്കൊണ്ടു പോകാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ പൈസയുടെ സ്വാധീനം കൊണ്ട് ജയിൽവാസം വെറും 6 മാസത്തേക്ക് മാത്രമാക്കി മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു. എന്നിരുന്നാലും വിജയന്റെ മകനെ അറസ്റ്റ് ചെയ്ത വാർത്ത നാട്ടിലെങ്ങും പാട്ടായി. അതിന്റെ അപമാനഭാരം താങ്ങാനാവാതെ അയാൾ മകളെയും ഭാര്യയെയും കൊണ്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. അവിടെ വെച്ച് അറ്റാക്ക് വന്ന അയാൾ മരിക്കുകയായിരുന്നു. സ്വന്തം അച്ഛൻ മരിച്ചതുപോലും ശ്രീജിത്തിന് കാണാൻ കഴിഞ്ഞില്ല. മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി മാത്രം അവന് വീട്ടിലേക്ക് വരേണ്ടി വന്നു. വീണ്ടും തിരികെ ജയിലിൽ തന്നെ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മയെയും അനിയത്തിയെയും അന്വേഷിച്ച് അവൻ പോയിട്ടില്ല. നേരെ ഒരു ജോലി അന്വേഷിച്ച് പോകുന്നു എന്ന വ്യാജേന ബാംഗ്ലൂരിലേക്ക് വിട്ടു. വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. വീണ്ടും ജീവിതം തന്നെ തലതിരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തന്നെ അവിടെ അവൻ മുൻപ് ജോലി ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത് കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ജയിലിൽ നിന്ന് തിരികെ പോയപ്പോൾ ജീവിതം അതിലും തലതിരിഞ്ഞ അവസ്ഥയായി. അവിടെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ കമ്പനിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ശ്രേയ എന്ന പെണ്ണിനെ. ശ്രീജിത്തിൻ്റെ അതേ പ്രായം തന്നെയാണ് അവൾക്കും. രണ്ടുപേരും ഒരേ സമയം തന്നെയാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ കയറിയത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ കൂട്ടായി. ആ ബന്ധം പിന്നീട് വളർന്ന് അത് പല തലങ്ങളിലേക്കും എത്തി നിന്നു. ജയിലിൽ കിടക്കുന്നതിന് മുന്നേ തന്നെയും അതിനുശേഷവും ആ ബന്ധം തുടർന്നു. ആദ്യമൊക്കെ 2 വീടുകളിലായി നിന്നവർ പിന്നീട് ഒരു ഫ്ലാറ്റ് എടുത്ത് ഒരുമിച്ചായി താമസം. ശരിക്കു പറഞ്ഞാൽ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ്, അതാണ് 2 പേർക്കും ഇടയിലുള്ളത്. അവന് കാമം ശമിപ്പിക്കാൻ അവളും, അവളുടെ കാമം ശമിപ്പിക്കാൻ അവനും. അത്രമാത്രമാണ് 2 പേർക്കും ഇടയിലുള്ള ബന്ധം. സ്വന്തം ശരീരസുഖത്തിന് വേണ്ടി അവൻ മറ്റുള്ളവരെ തേടിയും അവൾ മറ്റുള്ളവരെ തേടിയും പോകാറുണ്ട്. 2 പേർക്കും അത് പരസ്പരം അറിയുന്നത് കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും 2 പേർക്കും ഇടയിൽ ഉണ്ടാവാറില്ല. ശരിക്കു പറഞ്ഞാൽ സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള 2 ജീവിതങ്ങൾ. അതുകൂടാതെ തന്നെ 2 പേരും ലഹരിക്ക് അടിമകളാണെന്നുള്ളത് മറ്റൊരു യഥാർത്ഥമായ സത്യം. അങ്ങനെ ശ്രീജിത്ത് നാട്ടിലൊരു വീടെടുത്തു. നീലങ്ങോടാണ് ദേവു താമസിക്കുന്നത് എന്നൊരു ധാരണ അവനുണ്ട്. കാരണം അത് അവൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞതാണ്. അവനാണ് അവളുടെ ഇപ്പോഴുള്ള ഫോട്ടോയൊക്കെ അയച്ചു തന്നത്. അത് കണ്ടപ്പോൾ മുതലാണ് അവൻ ആകെ ഒരു തരിപ്പ് തോന്നിയത്. അവളെ കാണാൻ, അവളെ എന്തൊക്കെയോ ചെയ്യാനൊക്കെ അവന് തോന്നിപ്പോയി. തൻ്റെ കയ്യിലിരുന്നിരുന്ന പെണ്ണാണ്, താനായിട്ട് തന്നെ അവളെ കൊണ്ടുപോയി കളഞ്ഞു എന്നൊരു കുറ്റബോധം പോലെയൊക്കെ അവന് തോന്നാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയൊരു തോന്നലിലാണ് നാട്ടിലേക്ക് വണ്ടി കയറിയത്. നീലങ്ങോടുള്ള തൻ്റെ വീട് വെറുതെ കിടക്കുകയാണ്. അമ്മയും പെങ്ങളും അവൾക്ക് ജോലി കിട്ടിയ ഏതോ കോളേജിൻ്റെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസം എന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ വന്നാൽ അവിടെ വന്ന് നിൽക്കാമെന്ന ധാരണയിലാണ് ശ്രീജിത്ത് നാട്ടിലെത്തിയത്. ട്രെയിനിൽ നിന്നിറങ്ങി ഒരു ക്യാബ് വിളിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടൗണിലൂടെ പോകുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണൊരാളിൽ ഉടക്കിയത്. അവൻ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം.
അവൻ മനസ്സിൽ വീണ്ടും ഒന്ന് ആലോചിച്ചു നോക്കി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ആ മുഖം ഓർമ്മ വന്നു. അവൻ വേഗം ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തു നോക്കി. ദേവിൻ്റെയും മഹിയുടെയും ഫോട്ടോ. ആ ഫോട്ടോയിൽ തലയെടുപ്പോടെയും അതിലുപരി ഗൗരവത്തോടെയും നിൽക്കുന്നവൻ മഹാദേവൻ. ബ്ലോക്കിൽ കിടക്കുമ്പോൾ വീണ്ടും അവനെ കാണാൻ ശ്രീജിത്ത് തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ബ്ലാക്ക് നിറത്തിലുള്ള താറിൽ നിന്നിറങ്ങി അവൻ നേരെ കയറിപ്പോകുന്ന സ്ഥലത്തേക്ക് അവനൊന്ന് നോക്കി. 2 നിലകളുള്ള ഒരു കെട്ടിടം, അമ്പാട്ട് സൂപ്പർ മാർക്കറ്റ്. അവൻ വീണ്ടും ദേവനെ ഒന്ന് നോക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അകത്തേക്ക് കയറിപ്പോയിരുന്നു. സാധാരണ ഒരു ജീൻസും ഷർട്ടും ആയിരുന്നു ദേവന്റെ വേഷം. പക്ഷേ അതിൽ പോലും അവൻ്റെ തലയെടുപ്പ് അസാധ്യം തന്നെയാണെന്ന് തോന്നി ശ്രീജിത്തിന്. അവൻ്റെ മുന്നിൽ താൻ ഒന്നുമല്ലെന്നൊരു ചിന്തയും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴും കുറച്ചു മുന്നേ കണ്ടവൻ തന്നെയായിരുന്നു ശ്രീജിത്തിൻ്റെ മനസ്സിൽ. ദേവുവിനെ കിട്ടാൻ താൻ നേരിടേണ്ടത് അവനെയാണെന്ന് ഓർത്തപ്പോൾ തന്നെ ശ്രീജിത്തിൻ്റെ കൈയും കാലും മരവിച്ചു പോകുന്നത് പോലെ തോന്നി. എങ്കിലും മനസ്സിൽ ചിലത് വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ എന്തോ ആലോചനയിലേക്ക് വഴുതി വീണു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വണ്ടി വീടിന് മുന്നിൽ വന്ന് നിന്നു. ക്യാബിൻ്റെ ക്യാഷ് കൊടുത്ത് അവൻ ലഗേജായിട്ട് വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇറങ്ങി. പക്ഷേ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. അത് താഴിട്ട് പൂട്ടിയിട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖം സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വീട്ടിൽ ആരോ ഉണ്ടെന്നവന് മനസ്സിലായി. വാതിൽ തുറക്കാൻ നിൽക്കാതെ അവൻ കോളിംഗ് ബെല്ലാണ് അടിച്ചത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആരോ വന്ന് വാതിൽ തുറന്നു. അമ്മ. പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. നീയോ? നീ എന്താ ഇവിടെ? ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന് പ്രഭ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അമ്മ, അമ്മയെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനൊന്ന് പതറിപ്പോയി. അമ്മയോ? ആരുടെ അമ്മ? അവനെ അകത്തേക്ക് കയറാൻ അനുവദിക്കാത്ത വിധത്തിൽ അവന് തടസ്സം നിന്നുകൊണ്ട് പ്രഭ പറഞ്ഞു. അമ്മ, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പോകാൻ വേറൊരിടമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ അല്ലാതെ എവിടെ പോകാനാണ്? ഇല്ലാത്ത സങ്കടം അഭിനയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ അത് കണ്ടിട്ടും അവർക്ക് പുച്ഛമാണ് തോന്നിയത്. ഇവിടെ ആരെയും വേണ്ട. എവിടെയാണോ ഇത്രയും നാൾ നിന്നത് അങ്ങോട്ട് തന്നെ പോകാൻ നോക്ക്. അമ്മ വാതിലടയ്ക്കാനെന്നോണം തിരികെ നടന്നു. അത് കണ്ടതും അവന് ദേഷ്യം കയറി. ഇത്ര നേരം ഉണ്ടായിരുന്ന ശാന്തമായ മുഖം മാറി. താൻ നടത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഓരോ തടസ്സങ്ങൾ. എന്തായാലും അമ്മ തനിക്ക് ദേവുവിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ തടസ്സമായി നിൽക്കുമെന്ന് അവൻ ഉറപ്പായി തോന്നി. ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ്. അവിടെ നിൽക്കേണ്ടെന്ന് പറയാൻ നിങ്ങൾക്കെന്ത് അവകാശമാണുള്ളത്? അകത്തേക്ക് വാതിലടയ്ക്കാൻ നടന്നു നീങ്ങിയ അമ്മയുടെ കാലുകൾ പിടിച്ചു കെട്ടുന്നത് പോലെയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ചൊന്ന് പിടച്ചു. സ്വന്തം അമ്മയെയാണ് അവൻ നിങ്ങളെന്നൊക്കെ വിളിക്കുന്നത്. എങ്കിലും ഇനി അവൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ അവർ അവന് നേരെ തിരിഞ്ഞു. നിന്റെ അച്ഛൻ്റെ വീടോ? ഇതെൻ്റെ മാത്രം വീടാണ്. അപ്പോൾ ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സ്വന്തം അച്ഛനെ കൊന്നതും പോരാ, ഇനി നിനക്ക് ഞാൻ അച്ഛൻ്റെ അവകാശം കൂടി തരാം. ഉള്ളിൽ വിങ്ങുന്നുണ്ടെങ്കിലും അവർ ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞു. ആകെയുള്ളൊരു മകനാണ്. എങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ആയതിലുള്ള നോവ് ആ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ദേ തള്ളേ, അവൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. തൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ്റെ മുഖത്തേക്ക് കൈവലിച്ച് അടിച്ചിരുന്നു പ്രഭ. കാരണം അവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും അവരുടെ ഉള്ളം അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി. ഉടനെ തന്നെ അവൻ ദേഷ്യത്തിൽ അവരെ നോക്കിയെങ്കിലും ഇറങ്ങിപ്പോ എന്ന് മാത്രം പറഞ്ഞ് അവർ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അവന് വല്ലാത്ത അപമാനഭാരം തോന്നി. തൻ്റെ മുന്നിലുള്ള വഴികൾ ഓരോന്നായി അടഞ്ഞു പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവിടെ വീണ്ടും നിൽക്കാതെ അവൻ ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വാടകയ്ക്കൊരു വീടൊപ്പിക്കാൻ പറ്റുമോ എന്നവൻ ആലോചിച്ചു. അങ്ങനെ ഒരുപാട് അലഞ്ഞു നടന്നതിന് ശേഷം അവിടെ നിന്ന് അല്പം ദൂരത്തേക്ക് മാറിയാണെങ്കിലും അവനൊരു വീട് അന്ന് തന്നെ ഒപ്പിച്ചു. തനിക്ക് ദേവുവിലേക്ക് എത്താനുള്ള ദൂരം താൻ കരുതുന്നതിലും അധികമാണെന്നവന് മനസ്സിലായി. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ പ്രഭ ആരതിയോടും ശ്രീജിത്ത് വന്ന കാര്യം പറഞ്ഞു. സ്വന്തം ഏട്ടനാണ്, ഇന്നോളം താൻ ഏറ്റവും സ്നേഹിച്ച ഒരാൾ. എങ്കിലും അവൻ ചെയ്ത കാര്യങ്ങളൊന്നും അംഗീകരിക്കാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ തീരുമാനത്തിന് അവളും സമ്മതിച്ചു കൊടുത്തു. അതുതന്നെയാണ് ശരിയെന്ന് അവളുടെ മനസ്സും പറഞ്ഞു. ദേവുട്ടി. താഴെ നിന്ന് അപ്പച്ചി വിളിക്കുന്നത് കേട്ടതും ദേവു വേഗത്തിൽ തന്നെ ചുംബിച്ചു നിൽക്കുന്നവനെ തള്ളി മാറ്റി. പെട്ടെന്നായതുകൊണ്ട് അവനൊന്ന് പിന്നിലേക്ക് വേച്ചുപോയി. അവൻ അവളെ ഒന്ന് കുസൃതിയോടെ നോക്കി. ഞാൻ പോവാ. വീണ്ടും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ ഒന്ന് തള്ളി നീക്കിക്കൊണ്ട് അവൾ താഴേക്കോടി. എന്താ അപ്പച്ചി? അവൾ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ തന്നെ അപ്പച്ചിയോട് വിളിച്ചു ചോദിച്ചു. ദാ നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. വരാന്തയിൽ നിന്നും അപ്പച്ചിയുടെ ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടോടി. ആരാ അപ്പച്ചി? വാതിൽ കടന്ന് വരാന്തയിലേക്ക് ഇറങ്ങും വഴി അവൾ വീണ്ടും അത് തന്നെ ചോദിച്ചു. മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൾക്ക് സന്തോഷമാണോ ദേഷ്യമാണോ സങ്കടമാണോ വന്നത് എന്ന് തിരിച്ചറിയാനാകുന്നില്ലായിരുന്നു. തുടരും. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 5 or 6 പാർട്സ് അത്രയും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും തീരും. അപ്പോൾ അടുത്ത സ്റ്റോറിയായിട്ട് നമ്മൾ വേഗം തന്നെ വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.